ഈ കൃപയിൽ വന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. അതില്ലേ നമ്മുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നത് ഈ മാർഗത്തിൽ വന്നതല്ലേ? അല്ലേ? പറ. യാതൊരു ഗതിയും ഗത്യന്തരം ഉള്ളതല്ല പലതും. ഇവിടെ ഇരിക്കുന്നത് 99. ഈ പുസ്തകം എടുക്കുകയും ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ മട്ട് മാറിയത്. അല്ലേ? പറ, സത്യം പറ. ഒരു നല്ല വീട് പോലും നേരത്തെ ഇല്ലായിരുന്നു. അല്ലേ? സത്യമല്ലേ? ഓലപ്പര, ചാണകം ഇട്ട് അടിച്ചത്, ചാണകവും മെഴുകുന്ന കണ്ടിട്ടില്ലേ? കരിയും തണങ്ങിൻ്റെ ഓലയും ചിരട്ടക്കരി ചേച്ച് പൊടിക്കും. ചാണകവും തണങ്ങിൻ്റെ ഓല കറുപ്പ് കൂടാനും കൂടാ അത് ഇട്ടേച്ചാ മെഴുകുന്നത്. കണ്ടിട്ടില്ലേ? എല്ലാവരും അങ്ങ് ലണ്ടനിൽ നിന്ന് വന്നതാ, ബെക്കിംഗ്ഹാം പാലസിൽ നിന്ന്. ഞങ്ങൾ കോട്ടമല കൺവെൻഷന് വേണ്ടി വന്നതാ. ഇതുവരെ ഞങ്ങൾ ബെക്കിംഗ്ഹാമില്ലായിരുന്നു. ഉള്ള മെഴുകുന്നതിൻ്റെ ഊപ്പാട് വന്നതാ. ഇപ്പം നീ ആളുകൾ ചുരുക്കുക മെഴുകുന്നതോ? ഞാൻ കൊച്ചാക്കി പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നു വന്നത്. നല്ല വീടില്ലായിരുന്നു. ആകെ ഉള്ളത് ആനവായം വരെയാണ്. ആനവായം വര പഴയ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ് പിടിക്കുക. ആനവായം വര എന്ന് പറഞ്ഞാൽ ഒറ്റ വാതിൽ, സമാഗമന കൂടാരം പോലെ ഒറ്റ വാതിലേ ഉള്ളൂ. ആനവായം വര. അതിൻ്റെ അങ്ങേ കോണിൽ 3 കല്ല് കൂട്ടിയ ഒരു അടുപ്പ്, വങ്ക് പോയൊരു മംഗലം. ഏതാണ്ട് എടുത്തപ്പോൾ മുട്ടി അതിൻ്റെ വങ്കിച്ചിരി അങ്ങ് പോയി. പിന്നെ മൂടുന്നതുണ്ടല്ലോ, എന്താ അതിന് പറയുന്നേ, അതിൻ്റെ മേളിലത്തെ പിടി അങ്ങ് പോയി. ഒരു പിടിയില്ലേ വട്ടത്തിലെ, അത് പോയി. പിന്നെ കിഴിഞ്ഞൊരു മംഗലം, അതിന് പിന്നെ തുണി തള്ളി കയറ്റി. ഇതൊക്കെ ആയിരുന്നു പണ്ടത്തത്. 2 വിരുന്നുകാർ വന്നാൽ കൊടുക്കാൻ പാത്രമില്ല, ഉടനെ ഇല വെട്ടാൻ പോവും. നല്ലതായ ഇല. എന്നാലും അന്ന് ഇല വെട്ടിയത് ഇലയോടുള്ള താല്പര്യം കൊണ്ടല്ലേ, പാത്രമില്ല ഞാൻ ഉണ്ടാകും. ഇല്ലേ? എന്ത് കഷ്ടതയെ കൂടാ വന്നേ. പേസ്റ്റൊക്കെ ഇപ്പോഴല്ലേ കാണാൻ തുടങ്ങിയത്. നേരത്തെ എന്തുമായിരുന്നു? ഉമ്മിക്കൽ. അതായിരുന്നു നല്ലതും. പഴയ അനുഭവങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതല്ലേ. ആ ചെറ്റപ്പുര, ആനവായം വര, യോഗത്തിന് പോകുന്നാലും പൂട്ടൊന്നുമില്ല. ഈട്ടിയുടെയും തേക്കിൻ്റെയും കഥകല്ല, ചെറ്റ അങ്ങോട്ട് തട്ടി വെച്ച് ക്രോസ് ഒരു കമ്പ്. കിഴക്കനാട്ടിലാണെങ്കിൽ കാപ്പിക്കമ്പ, മുടുത്ത കാപ്പിയുടെ കമ്പ്, അല്ലേ? നല്ല കല്ലമുളയുടെ കനം കുറഞ്ഞ് അല്ലേ? ചെറ്റ അങ്ങോട്ട് തട്ടി വെച്ച ക്രോസ് കമ്പും, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പൂട്ട്. നേരെ യോഗത്തിന് പോവുക. അന്നത്തെ യോഗം അങ്ങനെ 2:30 3 ഒക്കെ ആകുമ്പോഴാണ് തീരുന്നത്. തിരിച്ച് വീട്ടിൽ എപ്പോഴാണ് വരുന്നത്? വണ്ടി വല്ലതും ഉണ്ടോ? നടന്ന് പദം വന്നായി വരുന്നത്. പക്ഷേ ആത്മീക സന്തോഷമുണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും വീടായി, 2-3 നിലയായി, വാർത്തു, മേളി വാർത്തു, താഴെ വാർത്തു, ഗ്രാനൈറ്റ്, പിന്നെ എന്തുവാ സിറ്റ് ഔട്ട്, കാർ പോർച്ച്, വർക്ക് ഏരിയ. ഒരു വർക്കും നടക്കുന്നില്ല, ചുമ്മാ. 1 കിലോ മോര് കാച്ചി വെച്ചൊരു മാസം 1.5 കഴിഞ്ഞ് അത് ചൂടാക്കി കുഞ്ഞുഞ്ഞിന് കൊടുത്ത്, കുഞ്ഞുഞ്ഞും അത് കുടിച്ചൊരുമാതിരി. ആ നോട്ടം വരുമ്പം കാണുമ്പോൾ അറിയാം പരിവ. എന്നാലും വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. അപ്പം പഴയ സ്ഥിതിയാണ്. അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതല്ലേ. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ പറയും, ചേട്ടാനിയന്മാർ 5-6 പേരുള്ളിടത്ത് ചിലപ്പം ഷർട്ട് ചിലപ്പോൾ ഇടാൻ തികയത്തില്ല, കാണുകയില്ല. ചേട്ടൻ തേച്ചിട്ട ഷർട്ട് ചേട്ടൻ കുളിക്കാൻ പോയപ്പോൾ അനിയൻ എടുത്തിട്ടുകൊണ്ട് പോയി. അവൻ കുളി കഴിഞ്ഞ് വന്നപ്പം ഷർട്ട് ഹാങ്കറിൽ ഇട്ടിരിക്കുക, ഷർട്ട് കാണുന്നില്ല. അമ്മ എൻ്റെ ഷർട്ട് എന്തിയെ? എടുക്കപ്പെട്ടായിരിക്കും. എടുക്കപ്പെട്ടതിൽ അനിയൻ ഇട്ടുകൊണ്ട് പോയി. ഉടക്കുണ്ടാക്കാൻ ചെല്ലും. പിന്നെ അമ്മമാരിടയ്ക്ക് കയറും, നീ അങ്ങ് സമാധാനപ്പെട്ട്, നീ മറ്റേത് ഇട്ടുണ്ടെങ്കിൽ അത് പഴയ ഷർട്ട് ഇട്ടുകൊണ്ട് പോകും. അവൻ നിൻ്റെ അനിയനല്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെ അനുഭവിച്ചവരുണ്ട്. ചിലപ്പോൾ ഇതിനകത്തൊക്കെ കാണും. ഉണ്ട്. ഒരാൾ കൈപൊക്കി. മിടുക്കന്മാരും പൊക്കുകയല്ല. പഴയ ചരിത്രം പറഞ്ഞാൽ നാണക്കേടല്ലേ. നിൻ്റെ എല്ലാം ചരിത്രം ഞാൻ യോജിച്ചൊക്കെ ഇരുന്നില്ല, ഞാൻ പൊളിക്കും. യാതൊരു ഗതി ഉണ്ടായിരുന്നതല്ല, അല്ലേ? എന്നോട് ചിലർ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്റേ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു, പക്ഷേ പഠിക്കാൻ ഒത്തില്ല. ഞാൻ ചോദിച്ചാൽ അനിയന്മാരെ പഠിപ്പിക്കണ്ടേ, അപ്പം കഷ്ടപ്പെടുക. അപ്പം ഞാനങ്ങ് പഠിച്ചാൽ അത് പഠിക്കാൻ ഒക്കത്തില്ല അനിയന്മാർക്ക്. കൊണ്ട് ഞാൻ പഠിത്ത ഇടയ്ക്ക് അങ്ങ് നിർത്തി ചപ്പൻ്റെ കൂടെ കിളയ്ക്കാനും മറ്റ് ജോലിക്കൊക്കെ ഞാൻ പോയി.
എൻ്റെ അനിയന്മാരെ പഠിപ്പിച്ചു. അങ്ങനെ അനുഭവിച്ചവരും ചിലപ്പോൾ ഇതിനകത്ത് കാണും, അതിനകത്ത് കാണും. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ നല്ല പ്രായമായി, കൈയൊക്കെ തന്ന് വന്ന് വളരെ ലോഹ്യമായി പറഞ്ഞു. ഞാൻ ചോദിച്ചു, കൊച്ചമ്മ മക്കൾ എത്ര പേരാ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചതല്ല. ഞാൻ ചോദിച്ചു, എന്താ? ഒത്തിരി അടുത്ത ഇടപെട്ടപ്പോൾ പ്രായം 10-80 വയസ്സ് കാണുമായിരിക്കും. എന്താ? അയ്യോ, എൻ്റെ പാസ്റ്ററെ, ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് മറ്റു കാര്യം കൊണ്ടല്ല. എൻ്റെ ഇളയത് 9 പെണ്ണുങ്ങളാണ്. ഞങ്ങൾ 10 പെണ്ണും ഒരാണുമാണ്. ഏറ്റവും ഇളയതാ ചെറുക്കന്. ഞാൻ നേഴ്സിംഗ് പഠിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ ഒരു കൂട്ടുകാരി മുഖാന്തരം ബോംബെ വെച്ച് ഞാൻ അമേരിക്കയിൽ വന്നു എൻ്റെ 22ാമത്തെ വയസ്സിൽ. അപ്പം ഞാൻ അമേരിക്ക വന്നപ്പം എൻ്റെ ഹൃദയം എൻ്റെ അനിയത്തിമാരെയും ആങ്ങളെയും ഓർത്ത് എൻ്റെ അപ്പനും അമ്മച്ചിയും കഷ്ടപ്പെടുക. പുള്ളിക്കാരി പറഞ്ഞതാ, ഞാൻ കല്യാണം കഴിച്ച ഒരു പുരുഷൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. പിന്നെ അതിന് പരിമിതിയുണ്ടല്ലോ, ഇല്ലേ? പരിമിതിയുണ്ട്. എൻ്റെ വീട്ടിലോട്ടോ സഹോദരങ്ങൾക്കോ കൊടുക്കുന്നതിന് ഒക്കെ പരിമിതിയുണ്ട്. അപ്പം ഞാൻ തീരുമാനമെടുത്ത് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഇവിടെ ജോലി ചെയ്ത് കിട്ടുന്ന നന്മ അച്ചായൻ്റെ പേർക്ക് അയച്ചു കൊടുക്കും. ഇളയത്തുങ്ങളെ പഠിപ്പിച്ച് അവരെ കെട്ടിച്ചയക്കണം. അങ്ങനെ നല്ല മനസ്സുള്ളവരുമുണ്ട്. അവരുടെ ജീവിതം വേണ്ടെന്നങ്ങ് വെച്ചു, കുടുംബജീവിതം വേണ്ട, ഇളയത്തുങ്ങളെ രക്ഷപ്പെടുത്താൻ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇളയത്തുങ്ങൾക്കെല്ലാം വലിയ ജീവനുമാണ്. എന്നാൽ വേറെ ചില ഗുണം പിടിക്കാത്തതുമുണ്ട്, നന്ദി എന്ന് പറയുന്നത് ഇല്ലാത്തതുമുണ്ട്. ഉണ്ട്. നന്ദി കെട്ട ധാരാളം എണ്ണം. ഞാൻ പറയാം, നമുക്കൊരാളെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ നന്ദി ഉണ്ടായിരിക്കണം. നിന്റെ കഷ്ടകാലത്ത് നിനക്ക് കൂട്ടായ്മ കാണിച്ചവർ കാണും, ഭക്ഷണം തന്നവർ കാണും, വസ്ത്രം തന്നവർ കാണും. ഇപ്പം നിനക്ക് ഇച്ചിരി മെച്ചമൊക്കെ ആയി, ഒരു വീടുമൊക്കെ വെച്ച് നിൻ്റെ ആ പപ്പും തൂവലും ഒക്കെ ആയി, നീ ഇച്ചിരി അങ്ങ് പൂവനായി. നന്ദിയുള്ളവരായിരിക്കണം. ഗുണമൊന്നും ചെയ്യാനൊത്തില്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഒന്ന് വിളിക്കുന്നതിനെന്നാ. പുസ്തകം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നന്ദിയുള്ളവരായിരിക്കും, മറക്കരുത്. അപ്പം നമ്മുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നത് ഈ കൃപയിൽ വന്നത് കൊണ്ടാണ്. ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയതല്ലേ? രക്ഷപ്പെട്ടത് സുവിശേഷം വന്നത് കൊണ്ടാണ്. നിന്റെ കുടുംബം അലപ്പതിച്ച് പോകേണ്ടതല്ലേ? രക്ഷപ്പെട്ടത് സുവിശേഷം നിന്റെ വീട്ടിൽ വന്നത് കൊണ്ടാണ്. ദേശം നശിക്കേണ്ടതല്ലേ? ദേശത്തിൻ്റെ മുഖച്ഛായ മാറിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. നിന്റെ സന്തതി അസ്തമിച്ച് പോകേണ്ടതല്ലേ? രക്ഷപ്പെട്ടത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, വിടുതൽ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരേ ഒരു നാമം നസ്രായന്റെ പരിശുദ്ധ നാമമാണ്. ഇന്ന് രാത്രി സമർപ്പിക്കുന്ന നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്.